നമസ്കാരം. ലേൺ വിത്ത് ജിആറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഹിസ്റ്ററി ഭാഗത്തിലെ ചാപ്റ്ററാണ്. 6ാമത്തെ അധ്യായം സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ദ ലൈഫ് ഓഫ് മഹാത്മാ എന്ന കൃതിയിലെ ലൂയിസ് ഫിഷർ എഴുതിയിട്ടുള്ള കൃതിയാണ് ഇത്. ഇതിലൊരു ഭാഗമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്താണ്, ഒരു നീതിപൂർവമായ വിധി പറയാൻ പ്രയാസകരമെന്ന് ജഡ്ജി വിശേഷിപ്പിച്ച കേസിലെ വ്യത്യസ്തനും രാജ്യസ്നേഹിയുമായ പ്രതി നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ആയിരുന്നു. മുകളിൽ കൊടുത്തിരിക്കുന്നത് ഒരു വിധി പ്രസ്താവിക്കുന്ന വേളയിൽ ജഡ്ജി പറയുന്ന വാക്കുകളാണ്. ഇവിടെ ഈ ശിക്ഷ ഏറ്റുവാങ്ങുന്നത് ആരാണ്? നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റിയത് ഗാന്ധിജിയാണ്. 1919 മുതൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ മുന്നേറിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ ചില സുപ്രധാന സംഭവ വികാസങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കുന്നത്. ആദ്യം നമുക്ക് നോക്കാം ദക്ഷിണാഫ്രിക്ക എന്ന രാഷ്ട്രീയ കളരി. ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയായിരുന്നു. 20 വർഷക്കാലം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചു. ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരൻ്റെ നിയമസഹായിയായിട്ടാണ് ഗാന്ധിജി അവിടെ എത്തിയത്. അപ്പം ഗാന്ധിജി എത്ര വർഷക്കാലമാണ് ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചിരുന്നത്? 20 വർഷക്കാലം ആയിരുന്നു. ആരുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം അവിടേക്ക് എത്തിയത്? ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരൻ്റെ നിയമസഹായിയായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ വേണ്ടിയിട്ടൊരു കേസ് വാദിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയത്. അക്കാലത്ത് ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരിൽ നിന്നും ഏഷ്യക്കാരും കറുത്ത വർഗ്ഗക്കാരും നേരിടേണ്ടി വന്ന വംശീയ വിവേചനങ്ങൾക്കെതിരെ ഗാന്ധിജി സമരം നയിച്ചു. അഹിംസയിൽ അധിഷ്ഠിതമായ തൻ്റെ സത്യാഗ്രഹ സമര രീതിക്ക് ഗാന്ധിജി രൂപം കൊടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ്. അപ്പം അഹിംസയിൽ അധിഷ്ഠിതമായ അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹ സമര രീതികൾക്ക് തുടക്കം കുറിച്ചത് എവിടെ വെച്ചിട്ടാണ്? ദക്ഷിണാഫ്രിക്കയിലാണ്. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സമരത്തിനുള്ള പരിശീലന കളരിയായിരുന്നു ദക്ഷിണാഫ്രിക്ക. 1915 അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം നോട്ട് ചെയ്തിരിക്കുക. 1915 അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത്. ഇനി നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ ആദ്യകാല സമരങ്ങൾ നോക്കാം. ചമ്പാരൻ മുതൽ ഖേദ വരെ. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ആദ്യം ശ്രദ്ധ പതിപ്പിച്ചത് പ്രാദേശിക സമരങ്ങളിലായിരുന്നു. 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു. ചമ്പാരൻ സ്വദേശിയായ രാജ്കുമാർ ശുക്ലയുടെ പ്രേരണയിലാണ് അദ്ദേഹം അവിടെ എത്തിയത്. അപ്പം ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ പ്രാദേശിക സമരമാണ്, ഇന്ത്യയിലെ തന്നെ അദ്ദേഹം പങ്കെടുത്ത ആദ്യത്തെ സമരമാണ് എന്ത്? 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷക സമരത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു? ചമ്പാരൻ സ്വദേശിയായ രാജ്കുമാർ ശുക്ലയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം അവിടെ എത്തുന്നതും സമരത്തിൽ പങ്കെടുക്കുന്നതും. നീലം കർഷകരെ യൂറോപ്യന്മാരായ തോട്ടം ഉടമകൾ ചൂഷണം ചെയ്തിരുന്നു. അപ്പോൾ കാരണം എന്തായിരുന്നു? നീലം കർഷകരെ എന്ത് ചെയ്തിരുന്നു? ബ്രിട്ടീഷുകാർ ഒരുപാട് ചൂഷണങ്ങൾ നടത്തിയിരുന്നു അവർക്കെതിരെ. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ചു. തൽഫലമായി കർഷകരുടെ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടു. അപ്പം ആദ്യം നടന്നതാണ് 1917 ബീഹാറിലെ ചമ്പാരനിലെ നീലം കർഷക സമരത്തിലായിരുന്നു അദ്ദേഹം ആദ്യമായി പങ്കെടുത്തത്. രണ്ടാമത്തേത് നോക്കുകയാണെങ്കിൽ 1918 ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് തുണിമിൽ തൊഴിലാളികളുടെ സമരത്തിൽ ഗാന്ധിജി പങ്കാളിയായി. വേതന വർധനവ് ആവശ്യപ്പെട്ടായിരുന്നു സമരം. ആ സമരത്തിന് കാരണം എന്തായിരുന്നു? വേതന വർധനവായിരുന്നു. ഗാന്ധിജി ഉപവാസം ആരംഭിക്കുകയും തുടർന്ന് തൊഴിലാളികളുടെ വേതനത്തിൽ വർധനവ് ലഭിക്കുകയും ചെയ്തു. അപ്പം ഗാന്ധിജി
ഉപവാസം ആരംഭിച്ച സമരം ഏതായിരുന്നു? 1918 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുണിമിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള സമരത്തിലാണ് അദ്ദേഹം ഉപവാസം ആരംഭിക്കുന്നത്. അടുത്ത സമരമാണ് ഗുജറാത്തിലെ ഖേദയിലുണ്ടായ 1918. 1918 ഗുജറാത്തിൽ തന്നെ ഖേദയിൽ കർഷകർക്ക് വേണ്ടി ഗാന്ധിജി സമരം നടത്തി. പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശമുണ്ടായ ഖേദയിൽ കർഷകർക്ക് നികുതി അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. നികുതി ഇളവ് ആവശ്യപ്പെട്ട് കർഷകർ സമരം തുടങ്ങി. ഗാന്ധിജി ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് കർഷകർക്ക് ആവേശം പകർന്നു. വൈകാതെ വിളനാശം നേരിട്ട കർഷകർക്ക് നികുതി ഇളവ് സർക്കാർ നൽകാൻ തയ്യാറാകുകയും ചെയ്തു. അപ്പോൾ 1918 ഖേദയിലും എന്ത് ചെയ്തിരുന്നു? അദ്ദേഹം സമരം നടത്തിയിരുന്നു. അവിടെ കൃഷിനാശം മൂലമുണ്ടായ ആ സമയത്ത് അവർക്ക് വേണ്ട നികുതി ഇളവ് നൽകാതിരുന്നതിനെ തുടർന്നാണ് ആ സമരം ഉണ്ടാകുന്നത്. അത് ഗാന്ധിജി ഇടപെട്ട് എന്ത് ചെയ്തു? അവർക്ക് നികുതി ഇളവ് നേടിക്കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ 3 സമരങ്ങളാണ്, 3 പ്രാദേശിക സമരങ്ങളാണ്. ഒന്ന് ചമ്പാരൻ, ഒന്ന് അഹമ്മദാബാദിലെ, അടുത്തത് ഖേദയിലുണ്ടായത്. ചമ്പാരനിൽ ഏത് വർഷമായിരുന്നു? 1917 ആർക്ക് വേണ്ടിയിട്ടാണ്? നീലം കർഷക തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടായിരുന്നു. 1918 എവിടെയായിരുന്നു? ഗുജറാത്തിലെ അഹമ്മദാബാദിലായിരുന്നു. അഹമ്മദാബാദിൽ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയിട്ടായിരുന്നു ആ സമരം നടന്നിരുന്നത്. അടുത്തത് ഖേദ സത്യാഗ്രഹവും 1918 ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? കർഷകർക്ക് നികുതി ഇളവിന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് 1-ാം ലോക യുദ്ധവും ഇന്ത്യയുമാണ്. 1-ാം ലോക യുദ്ധത്തിൻ്റെ കാലഘട്ടമാണ് 1914 മുതൽ 18 വരെയാണ് 1-ാം ലോക മഹായുദ്ധം നടന്നത്. ഈ 1-ാം ലോക മഹായുദ്ധത്തിൽ തന്നെയായിരുന്നു നമ്മുടെ ആ ഒരു കാലയളവിലാണ് നമ്മുടെ ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലേക്ക് വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ ആദ്യകാല ഉള്ള പ്രാദേശിക സമരങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തത്. നോക്കാം ഇനി. 1-ാം ലോക മഹായുദ്ധം ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചിരുന്നത്. യുദ്ധത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തപ്പെട്ടു. യുദ്ധത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ മേൽ എന്ത് ചെയ്യപ്പെട്ടതാണ്? അധിക നികുതിയാണ് ഈടാക്കപ്പെട്ടത്. സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്ത് ഭക്ഷ്യക്ഷാമത്തിന് ഇടയാക്കി. അപ്പം സൈനികരുടെ ആവശ്യത്തിനായിട്ട് വൻതോതിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇഷ്ടം പോലെ ഭക്ഷ്യ വസ്തുക്കളും കയറ്റുമതി ചെയ്യുന്നത് കാരണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരുപാട് ഭക്ഷ്യക്ഷാമം വൻതോതിൽ അനുഭവപ്പെട്ടു. അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധികളും സ്ഥിതി കൂടുതൽ ദുരിതപൂർണമാക്കി. പിന്നെന്താണ്? അക്കാലത്ത് വിളനാശവും ഉണ്ടായി, പകർച്ചവ്യാധികളും ഉണ്ടായി. അതും സ്ഥിതിഗതികൾ വളരെ മോശമാക്കി. നിരവധി പേർ ക്ഷാമം മൂലം മരണപ്പെടുകയും ചെയ്യുകയുണ്ടായി. ഈ പശ്ചാത്തലത്തിലായിരുന്നു ആരെത്തുന്നത്? നമ്മുടെ ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നേതൃത്വത്തിലേക്ക് എത്തുന്നത്. അടുത്തതും അടിച്ചമർത്തലുകൾക്കെതിരായ പോരാട്ടമാണ്. അപ്പം നമ്മളിപ്പം 1917 സമരത്തെക്കുറിച്ച് പറഞ്ഞു, 18 സമരങ്ങളെക്കുറിച്ച് പറഞ്ഞു. അടുത്തതിനി നമുക്ക് നോക്കാം. ഒന്നാം ലോക യുദ്ധാനന്തരം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനായി ബ്രിട്ടീഷ് ഭരണകൂടം ചില നടപടികൾ സ്വീകരിച്ചു. ഇനി അടിച്ചമർത്താൻ വേണ്ടിയിട്ട് സമരങ്ങൾ എങ്ങനെ ആരംഭിക്കുന്നു, അപ്പോൾ ആ സമരങ്ങളെ എല്ലാം തന്നെ അടിച്ചമർത്താനായിട്ട് ബ്രിട്ടീഷ് ഭരണകൂടം ചില നടപടികൾ സ്വീകരിച്ചു. അതിലൊന്നായിരുന്നു 1919 റൗലറ്റ് നിയമമാണ്. ഈ നിയമപ്രകാരം വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വിചാരണ കൂടാതെ ആരെയും ജയിലിൽ അടയ്ക്കാനും സാധിക്കും. പൗരാവകാശങ്ങളെ തടയുന്ന ഈ നിയമത്തിനെതിരെ 1919 ഏപ്രിൽ 6 ഗാന്ധിജി ഒരു ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. അപ്പം റൗലറ്റ് ആക്ടിനെതിരെ ഗാന്ധിജി ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തതെന്നാണ്? 1919 ഏപ്രിൽ 6 ആ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ഇതിൻ്റെ പ്രചരണത്തിനായി സത്യഗ്രഹ സഭ രൂപീകരിക്കുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ പ്രചരണത്തിനായിട്ട് സത്യഗ്രഹ സഭ രൂപീകരിക്കുകയും ഉണ്ടായി. ഹർത്താലിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച
എന്നാണ് ഈ ദേശീയ ഹർത്താലിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ദേശീയ ഹർത്താലിനെ ഗാന്ധിജി എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ് അദ്ദേഹം ഈ ഹർത്താലിനെ വിശേഷിപ്പിച്ചത്. ഇനിയും ഈ 1919 റൗലറ്റ് ആക്ട് കാരണമുണ്ടായ സംഭവ വികാസങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പഞ്ചാബ്, ലാഹോർ എന്നിവിടങ്ങളിൽ റൗലറ്റ് നിയമത്തിനെതിരായ സമരം വളരെ ശക്തമായിരുന്നു. അപ്പം ഈ ഒരു നിയമം അംഗീകരിക്കാൻ നമ്മളുടെ ജനങ്ങൾക്ക് സാധിച്ചില്ല, ഇന്ത്യൻ ജനതയ്ക്ക് അത് സാധിച്ചില്ല. അതിനെതിരെ എന്താണ്, ഈ നിയമത്തിനെതിരെ ഒരുപാട് സമരങ്ങൾ ശക്തമായി. പഞ്ചാബിലെ ജനകീയ നേതാക്കളായ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിസ്ലു എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. അപ്പം ഇതിനെതിരെ സമരം ഏറ്റവും കൂടുതൽ നടന്നത് എവിടെയാണ്? പഞ്ചാബിലും ലാഹോറിലുമാണ്. അപ്പോൾ പഞ്ചാബിലെ ഇതിൻ്റെ ജനകീയ നേതാക്കളായിരുന്ന ഡോക്ടർ സത്യപാലിനെയും ഡോക്ടർ സെയ്ഫുദ്ദീൻ കിസ്ലുവിനെയും എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. കൂടാതെ എന്ത് ചെയ്തു? അവിടെ അമൃത്സറിൽ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും ചെയ്തു. നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് നടന്ന പൊതുയോഗത്തിൽ എത്തിയവർക്ക് നേരെ സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ റെജിനാൾഡ് ഡയറിൻ്റെ ഉത്തരവ് പ്രകാരം ബ്രിട്ടീഷ് പട്ടാളം വെടിവെപ്പ് നടത്തി. ഒരൊറ്റ പ്രവേശന കവാടം മാത്രമേ മൈതാനത്തിനുണ്ടായിരുന്നുള്ളൂ. മുന്നറിയിപ്പ് നൽകാതെയായിരുന്നു വെടിവെപ്പ് നടന്നത്. 10 മിനിറ്റ് നേരം തുടർന്ന വെടിവെപ്പിൽ സർക്കാർ രേഖ പ്രകാരം 379 പേർ കൊല്ലപ്പെട്ടു. എന്നാൽ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടവർ ഇതിലും വളരെയധികമായിരുന്നു. 1000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത്. എന്നാണ് നടന്നത്? 1919 ഏപ്രിൽ 13. ഏതുദ്യോഗസ്ഥനാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്? ജനറൽ റെജിനാൾഡ് ഡയറിൻ്റെ ഉത്തരവ് പ്രകാരമാണ് ബ്രിട്ടീഷുകാരെന്ത് ചെയ്തത്? വെടിവെപ്പ് നടത്തിയത്. ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ജാലിയൻ വാലാബാഗിലെ വെടിവെപ്പിൻ്റെ ഫലമായി ചുമരുകളിലുണ്ടായ ദ്വാരങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആകെ 379 പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് പ്രകാരമുള്ളത് സർക്കാർ രേഖകളിൽ. പക്ഷേ 1000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ജാലിയൻ വാലാബാഗ് ഉൾപ്പെടെയുള്ള സംഭവ വികാസങ്ങളെ പറ്റി അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയമിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഓക്കെ, ഇനി അടുത്തത് ബഹുജന സമരത്തിലേക്ക്. റൗലറ്റ് നിയമത്തിനെതിരായി സമരം സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. ഈ റൗലറ്റ് നിയമത്തിനെതിരെയുള്ള സമരങ്ങളെല്ലാം തന്നെ സ്വാതന്ത്ര്യ സമരത്തിലേക്കുള്ള ഒരു വഴിത്തിരിവായിരുന്നു. എന്നാൽ അത് പ്രധാനമായും നഗരമേഖലകളിലായിരുന്നു ശക്തിയാർജിച്ചത്. ഗ്രാമീണ മേഖലകളിലേക്കും സമരം വ്യാപിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഗാന്ധിജിക്ക് ബോധ്യപ്പെട്ടിരുന്നു. ഇത് പ്രായോഗികമാക്കാൻ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തണമെന്ന് ഗാന്ധിജിക്ക് മനസ്സിലായി. ഈ ലക്ഷ്യത്തോടെ ഗാന്ധിജി ഖിലാഫത്ത് പ്രശ്നം ഏറ്റെടുത്തു. അപ്പോൾ എന്താണ്? ഹിന്ദു മുസ്ലിം ഐക്യം വേണമെന്ന് നമ്മുടെ ഗാന്ധിജിക്ക് മനസ്സിലായി. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം ഖിലാഫത്ത് പ്രശ്നം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. സഹോദരന്മാരായ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമായിരുന്നു ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ അവരായിരുന്നു അലി സഹോദരന്മാർ. അവരാരൊക്കെയാണ്? മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമാണ്. എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാം ലോക യുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി സെവ്രസ് ഉടമ്പടി ഒപ്പുവെച്ചു. അപ്പം ഒന്നാം ലോക മഹായുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയാണ് സെവ്രസ് ഉടമ്പടി. ഇത് പ്രകാരം തുർക്കി ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിൻ്റെ ആത്മീയ നേതാവുമായ കണക്കാക്കിയിരുന്ന ഖലീഫയുടെ പല അധികാരങ്ങളും ഇല്ലാതായി. ഇതിൽ ഇസ്ലാമിക ലോകത്തിൻ്റെ ആത്മീയ നേതാവായിരുന്ന ഖലീഫയുടെ അധികാരങ്ങൾ ഈ ഉടമ്പടി പ്രകാരം എന്ത് ചെയ്തു? ഇല്ലാതായി. ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനമാണ് എന്ത്? ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തെയാണ് ഗാന്ധിജി ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയിട്ട് ചേർത്ത് നിർത്തിയ
പ്രസ്ഥാനം. ഇനി നിസ്സഹകരണത്തിലൂടെ ഒരു പോരാട്ടമാണ്. ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ അക്രമരഹിതമായ ഒരു നിസ്സഹകരണ സമരം ആരംഭിച്ചു. ചുവടെ പറയുന്നവയായിരുന്നു നിസ്സഹകരണ സമരത്തിന്റെ രീതികൾ. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക, അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക, സാമുദായിക സൗഹൃദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയും സമരകാലത്തെ പരിപാടികളായിരുന്നു. അപ്പം നിസ്സഹകരണ സമരത്തിന്റെ രീതികളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക, അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക, സാമുദായിക സൗഹൃദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയായിരുന്നു സമരകാലത്തെ പരിപാടികളാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഹിന്ദു സ്വരാജാണ്. ഗാന്ധിജി രചിച്ച് 1909 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഹിന്ദു സ്വരാജ്. അപ്പം ഗാന്ധിജി രചിച്ച 1919 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഏത്? ഹിന്ദു സ്വരാജ്. ഇതിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ ഗാന്ധിജി ഇപ്രകാരം വിശദീകരിച്ചു: ഇന്ത്യക്കാരുടെ സഹകരണത്തിലൂടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിലവിൽ വന്നത്. ഇതിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? ഇന്ത്യക്കാരുടെ സഹകരണത്തിലൂടെയാണ് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ നിലവിൽ വന്നത്. നമ്മുടെ സഹകരണത്തോടു കൂടിയാണ് അത് നിലനിൽക്കുന്നതും ഈ സഹകരണം കാരണമാണ്. ഇന്ത്യക്കാർ നിസ്സഹകരിച്ചാൽ ബ്രിട്ടീഷ് ഭരണം 1 വർഷം കൊണ്ട് അവസാനിക്കും. സ്വരാജ് നിലവിൽ വരികയും ചെയ്യും. ഹിന്ദു സ്വരാജ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ സ്വയം ഭരണം എന്നതാണ്. നിസ്സഹകരണ സമരത്തിന്റെ സന്ദേശവുമായി ഗാന്ധിജിയും അലി സഹോദരന്മാരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തുകയും ജനങ്ങളെ നേരിൽ കാണുകയും ചെയ്തു. ഈ സന്ദർശനങ്ങൾ സ്വാതന്ത്ര്യ സമര സാധാരണക്കാരുടേതു കൂടിയാണെന്ന തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാകുന്നതിന് സഹായകമായി. ഗ്രാമനഗര മേഖലകളിൽ സമരം ഒരുപോലെ ശക്തമായിരുന്നു. ഈ സമരത്തിൽ സമൂഹത്തിലെ വിവിധ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തം എങ്ങനെയായിരുന്നുവെന്ന് നമുക്ക് നോക്കാം. സ്ത്രീകളുടെ പങ്കാളിത്തം, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, ഗോത്രജനത, കർഷകർ, ഇവരുടെ ഓരോരുത്തരുടെയും പങ്കാളിത്തം നമുക്ക് എങ്ങനെയായിരുന്നു നോക്കാം. ആദ്യം സ്ത്രീകൾ. വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം, വിദേശ തുണിത്തരങ്ങൾ ശേഖരിച്ച് കത്തിക്കൽ തുടങ്ങിയ സമര രീതികളിൽ സ്ത്രീകൾ പങ്കാളികളായി. തൊഴിലാളികൾ. നിസ്സഹകരണ സമരത്തോട് തൊഴിലാളികളുടെ പ്രതികരണവും സജീവമായിരുന്നു. മദ്രാസിലെ ബക്കിംഗ്ഹാം കർണാട്ടിക് തുണിമിൽ തൊഴിലാളികൾ, അസമിലെ തോട്ടം തൊഴിലാളികൾ, അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികൾ തുടങ്ങിയവർ പണിമുടക്കി സമരത്തോട് സഹകരിച്ചു. വിദ്യാർത്ഥികൾ. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചു. അവർ ദേശീയ വിദ്യാലയങ്ങളിൽ ചേർന്ന് പഠനം തുടർന്നു. ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗറിലെ ജാമിയ മിലിയ ഇസ്ലാമിയ എന്നിവ ഇക്കാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഗോത്രജനത. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വനനിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഗോത്രജനത സമരത്തിൽ പങ്കാളികളായി. അപ്പം ഗോത്രജനത എങ്ങനെയാണ് പങ്കാളികളായത്? ബ്രിട്ടീഷ് നടപ്പിലാക്കിയ ചില വനനിയമങ്ങളുണ്ട്, അത് ലംഘിച്ചുകൊണ്ടാണ് ഗോത്രജനത സമരത്തിൽ പങ്കാളികളായത്. ഈ വനനിയമങ്ങൾ എന്തായിരുന്നു? വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് ഈ വനനിയമങ്ങൾ തടസ്സമായിരുന്നു. അതിനെ ലംഘിച്ചാണ് ഗോത്രജനത ഇതിനെതിരെ നിസ്സഹകരണ സമരത്തിൽ പങ്കെടുത്തത്. കർഷകർ എങ്ങനെയായിരുന്നു? ധാരാളം കർഷകർ സമരത്തിൽ പങ്കാളികളായി. ജവഹർലാൽ നെഹ്റു നേതൃത്വത്തിൽ അവധ് കിസാൻ സഭ. അപ്പം ആരുടെ നേതൃത്വത്തിലാണ് അവധ് കിസാൻ സഭ രൂപീകൃതമായത്? നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ് അവധ് കിസാൻ സഭ രൂപീകരിച്ചത്. അക്കാലത്തായിരുന്നു ബംഗാളിലെ കാർഷിക മേഖലയിൽ ചണം കൃഷി ബഹിഷ്കരണ സമരം നടന്നു. ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനായിരുന്നു തീരുമാനിച്ചത്. ചണം കൃഷിയെ എന്ത് ചെയ്തു? ബഹിഷ്കരിച്ചു കർഷകർ.
ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനായിരുന്നു അവർ തീരുമാനിച്ചത്. ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനുള്ള തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ചണത്തിന്റെ ലഭ്യത ഇല്ലാതാക്കി ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ചണമില്ലുകളെ പൂട്ടിക്കുക. അപ്പോൾ ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ചണമില്ലുകളെ പൂട്ടിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ചണത്തിന്റെ ലഭ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചണത്തിന്റെ കൃഷി കുറച്ചത്. നെൽകൃഷി വ്യാപിപ്പിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുക. പരുത്തി ലഭ്യമാക്കുക വഴി നെയ്ത്ത് ജോലിയും ഖാദി ഉപയോഗവും വർദ്ധിപ്പിക്കുക. അപ്പം പിന്നെ പരുത്തിയും നെല്ലിനെയും ഉൽപ്പാദിപ്പിക്കുന്നത് കൂട്ടുക. നെൽകൃഷി വ്യാപിപ്പിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത കൂട്ടുകയും അതുപോലെ പരുത്തി ലഭ്യമാക്കുന്നത് വഴി നമ്മുടെ നെയ്ത്തും അതുപോലെ തന്നെ ഖാദി ഉപയോഗവും വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഇത് കാരണമാണ് ചണത്തിൻ്റെ കൃഷി കുറയ്ക്കാനും അതുപോലെ കൃഷി ചെയ്യാതെ ഇരുന്നതിന് പിന്നിലെ കാരണമാണ്. അടുത്തത്, നിസ്സഹരണ സമരം നടന്നുകൊണ്ടിരിക്കുകയും 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പ്രകോപിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ തീവെച്ചു. തുടർന്ന് 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. സമരം അഹിംസാ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കുന്നതായി മനസ്സിലാക്കിയ ഗാന്ധിജി സമരം പിൻവലിക്കുകയുണ്ടായി. ഈ തീരുമാനം മറ്റു നേതാക്കളെ അമ്പരപ്പിച്ചു. ഗാന്ധിജി കടുത്ത വിമർശനങ്ങൾക്ക് വിധേയനായി. സുഭാഷ് ചന്ദ്രബോസ് ഈ തീരുമാനത്തെ ദേശീയ ദുരന്തം എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പം 1922 ഫെബ്രുവരി 5 നിസ്സഹരണ സമരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചൗരി ചൗര സംഭവം നടക്കുന്നത്. എന്താണ് ചൗരി ചൗര സംഭവം? 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ സമരക്കാരും പോലീസുകാരും തമ്മിൽ സംഘർഷമുണ്ടായി. ഈ സംഘർഷത്തിൽ പ്രകോപിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ കത്തിച്ചു. തുടർന്ന് 22 പോലീസുകാരാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ഗാന്ധിജി അഹിംസാ മാർഗത്തിലായിരുന്നു സമരരീതി. പക്ഷേ ഇത് അഹിംസാ സമരമാർഗത്തിൽ നിന്നും വ്യതിചലിച്ചത് കൊണ്ട് ഗാന്ധിജി ഉടൻ തന്നെ നിസ്സഹരണ സമരം പിൻവലിച്ചു. പക്ഷേ ഇതിൽ നിന്നും ഒരുപാട് വിയോജിപ്പ് പലർക്കും ഇതിൽ ഗാന്ധിജിയോടുണ്ടായിരുന്നു. അതിൽ പ്രകടിപ്പിച്ച ഒരാളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹം ഗാന്ധിജിയുടെ ഈ തീരുമാനത്തെ ദേശീയ ദുരന്തം എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പം എന്ത് പിൻവലിക്കുന്നത് പ്രകാരമായിരുന്നു? നിസ്സഹരണ സമരം പിൻവലിച്ചതിനെ തുടർന്നാണ് സുഭാഷ് ചന്ദ്രബോസും ഗാന്ധിജിയുടെ തീരുമാനത്തെ ദേശീയ ദുരന്തമെന്ന് വിശേഷിപ്പിച്ചത്. ഇനി ചിരാല പെരാല എന്താണെന്ന് നോക്കാം. നിസ്സഹരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറു നഗരമായിരുന്നു ചിരാല പെരാല. എവിടെയായിരുന്നു ഈ ചിരാല പെരാല? ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലാണ്. ഒരു ചെറിയ നഗരമായിരുന്നു ചിരാല പെരാല. ഈ നഗരത്തെ മുനിസിപ്പൽ കോർപ്പറേഷനായി ഉയർത്താൻ ഗവൺമെന്റ് നീക്കം തുടങ്ങിയിരുന്നു. ഇത് അവിടുത്തെ നികുതി ഭാരം വൻതോതിൽ വർദ്ധിക്കാൻ ഇടയാക്കുമായിരുന്നു. ഇതിനെതിരെ ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ 10,000-ഓളം വരുന്ന ജനങ്ങൾ നികുതി നിഷേധ സമരം നടത്തുകയും നഗരം ഒഴിഞ്ഞു പോവുകയും ചെയ്തു. 11 മാസക്കാലം അവർ മറ്റൊരിടത്താണ് കഴിഞ്ഞത്. അതായത് ബ്രിട്ടീഷുകാർ ഈ നഗരം, അതായത് ചിരാല പെരാല എന്ന് പറയുന്ന ഈ നഗരത്തെ എന്താക്കി മാറ്റുകയാണ് ചെയ്തത്? മുനിസിപ്പൽ കോർപ്പറേഷനായി ഉയർത്താൻ ശ്രമിച്ചു. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യും? അവിടുത്തെ നികുതി ഭാരം വൻതോതിൽ കൂടും. അവിടുത്തെ ജനങ്ങൾക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറും. ഇതിനെതിരെ ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? 10,000-ഓളം വരുന്ന ജനങ്ങൾ ഈ നികുതി നിഷേധിച്ചുകൊണ്ട് സമരം നടത്തി. എന്നിട്ട് എന്ത് ചെയ്തു? അവർ ആ നഗരം വിട്ട് ഒഴിഞ്ഞു പോവുകയും ചെയ്തു. 11 മാസക്കാലം അവരെവിടെയാണ്? മറ്റൊരു സ്ഥലത്താണ് താമസിച്ചത്. ഓക്കെ. പിന്നീട് ഗാന്ധിജി അറസ്റ്റ് ചെയ്യുകയും വിചാരണയ്ക്ക് ശേഷം 6 വർഷത്തെ തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ഈ നിസ്സഹരണ സമരത്തോടെ അനുബന്ധിച്ച് എന്ത് ചെയ്തു? പിന്നീട് ഗാന്ധിജി എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്യുകയും വിചാരണയ്ക്ക് ശേഷം 6 വർഷത്തെ തടവിന് ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. ഈ വിചാരണയെക്കുറിച്ചായിരുന്നു നമ്മൾ തുടക്ക ഭാഗത്ത് പറഞ്ഞത്. ഇനി
പോരാട്ടം നിയമനിർമ്മാണ സഭകളിൽ. നിസ്സഹകരണ സമരകാലത്ത് തിരഞ്ഞെടുപ്പുകളും നിയമനിർമ്മാണ സഭകളും ബഹിഷ്കരിച്ചിരുന്നുവല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു, തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കും, നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കും. ഇതെല്ലാമായിരുന്നു നിസ്സഹകരണ സമരത്തിൻ്റെ സമരരീതികൾ. ഇതിനോട് വിയോജിപ്പുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളായിരുന്നു. അപ്പോൾ ആ ഒരു സമരരീതിയോട് വിയോജിപ്പുണ്ടായിരുന്ന ആളുകളായിരുന്നു ആരൊക്കെ? CR ദാസ്, മോത്തിലാൽ നെഹ്റു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 1932 സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെട്ടു. അപ്പം ഈ നിസ്സഹകരണ സമരം നിർത്തിവെച്ചതും എല്ലാം തന്നെ ചില നേതാക്കളെ എന്ത് ചെയ്തു? പ്രകോപിതരാക്കി. അവരെന്ത് ചെയ്തു? 1932 കൊണ്ടുവന്ന് രൂപീകരിച്ച ഒരു പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. അതിന് നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു? CR ദാസും മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടി രൂപം കൊണ്ട വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1923 എന്തുണ്ടായത്? സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെട്ടത്. നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയായി ആക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം എന്താണ്? ഈ നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുകയല്ല ചെയ്യേണ്ടത്, പോരാട്ടത്തിനുള്ള ഒരു വേദിയാക്കുകയാണ് ചെയ്യേണ്ടതെന്നായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതിനായി അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമനിർമ്മാണ സഭകളിൽ അംഗത്വം നേടിക്കൊണ്ട് സർക്കാരിനെ വിമർശിച്ചു. നിയമനിർമ്മാണ സഭകളിൽ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കാൻ സ്വരാജ് പാർട്ടിക്ക് കഴിഞ്ഞു. ഒരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ പല പാർട്ടുകളായിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പാർട്ടുമായിട്ട് നമ്മൾ ഉടനെ വരും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തീർന്നിട്ടുണ്ട്. താങ്ക് യു.